വെൽക്കം ടു ഗൈഡ്ലൈൻ എഡ്യൂക്കേഷൻ. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ യോഗ ആൻഡ് ആസനാസിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിലോട്ട് പോകാം അല്ലേ. ഈ ഒരു പാർട്ടിൽ ആസനകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസന. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ആസന. ആസന മീൻസ് പോസ്ചർ or pose in Sanskrit. It literally means seat meant for meditation. Asana means posture or pose in Sanskrit. സംസ്കൃതത്തിൽ ആസനം എന്നാൽ ഇരിപ്പ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇറ്റ് ഈസ് ദ ഫിസിക്കൽ പാർട്ട് ഓഫ് യോഗ ഹെൽപ്പിംഗ് ഇൻ ബോഡി കൺട്രോൾ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് യോഗയുടെ ശരീര വ്യായാമ ഭാഗമാണ്. അക്കോർഡിംഗ് ടു പതാഞ്ജലി, സ്ഥിരം സുഖം ആസനം. എ പോസ്ചർ ഷുഡ് ബി സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ. പതാഞ്ജലിയുടെ അഭിപ്രായത്തിൽ ആസനം എന്നത് സ്ഥിരവും സുഖകരവുമായിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇരിപ്പ് അല്ലെങ്കിൽ ഒരു പോസ്ചറിനെയാണ് ആസനം എന്ന് പറയുന്നത്. ആസനാസ് ഇംപ്രൂവ്സ് സ്ട്രെങ്ത്, ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് പോസ്ചർ. ഓൾസോ ബ്രിങ് കാംനെസ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. ആസനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം, അതുപോലെ തന്നെ ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി, പോസ്ചർ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ഇതിലൂടെ ഒരു മെൻ്റൽ കാംനെസ് കിട്ടാനും അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനൊക്കെ ആസന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ഹെൽപ്പ് ഇൻ ബെറ്റർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓവറോൾ ഹെൽത്ത്. ആസന നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസന. ആസനാസ് ആർ സെഡ് ടു ബി 84,000 ഇൻ നമ്പർ. ആസനകളുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആസനാസ് ഉണ്ട്. ദ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ബേസ്ഡ് ഓൺ പോസ്ചർ, ബേസ്ഡ് ഓൺ പർപ്പസ്. പോസ്ചറിൻ്റെ ബേസിസിൽ സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ലയിങ്, ട്വിസ്റ്റിംഗ്, ബാലൻസിങ് ഇങ്ങനെ ആസനകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പോസ്ചറിൻ്റെ ബേസിസിൽ ഇരുന്ന് ചെയ്യുന്ന ആസനകൾ, നിൽക്കുന്ന ആസനകൾ, കിടന്ന് ചെയ്യുന്ന ആസനകൾ, തിരിഞ്ഞു ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആസനകൾ, ബാലൻസിങ് ആസനകൾ, ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ആസനകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പർപ്പസിൻ്റെ ബേസിസിൽ മെഡിറ്റേറ്റീവ് ആസനാസ്, റിലാക്സേഷൻ ആസനാസ്, തെറാപ്യൂട്ടിക് ആസനാസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിറ്റേറ്റീവ് ആസന അതായത് ധ്യാനത്തിനും മെൻ്റൽ കാംനെസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ആസനകൾ, അതുപോലെ റിലാക്സേഷൻ ആസന വിശ്രമത്തിന് ആവശ്യമായിട്ടുള്ള ശരീരവും മനസ്സൊക്കെ ശാന്തമാക്കാൻ ആവശ്യമായിട്ടുള്ള അതായത് കാമാക്കാൻ ആവശ്യമായിട്ടുള്ള ആസനകൾ, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ആസന ചികിത്സാ ആസനകളിലെ അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആസനകൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പർപ്പസിൻ്റെ ബേസിസിൽ അങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആസനകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. ടൈപ്പ് ഓഫ് ആസനാസിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിറ്റിംഗ് പോസ്ചറിലുള്ള ആസനകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ആസനകൾ. ഫസ്റ്റ് വൺ വരുന്നത് പത്മാസന അല്ലെങ്കിൽ ലോട്ടസ് പോസ് എന്നാണ് വരുന്നത്. ഈ ആസനകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അധിക ആസനകളും അതായത് അധിക പോസ്ചേഴ്സും വന്നിട്ടുള്ളത് നാച്ചുറലി കാണുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ പത്മാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസ് പോസ്, ലോട്ടസിനെ പോലെ ഇരിക്കുന്നതാണ് പത്മാസന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രീ പോസ് ഉണ്ട്, അതുപോലെ ഫിഷ് പോസ് ഒക്കെ ഉണ്ട്. ത്രികോണാസന ഉണ്ട്, ത്രികോണത്തിൻ്റെ ഷേപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നാച്ചുറലി കാണപ്പെടുന്ന ചില ഒബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചില ഷേപ്പുകളെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് അധിക ആസനകളും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പത്മാസനയിലോട്ടൊന്ന് പോവാം അല്ലേ. പത്മാസന ലോട്ടസ് പോസ്. ഇറ്റ് ഈസ് എ ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ് പോസ്ചർ യൂസ്ഡ് ഫോർ മെഡിറ്റേഷൻ. മെഡിറ്റേഷന് അതായത് ധ്യാനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റിംഗ് പോസ്ചറാണ് പത്മാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിലത്തിരിക്കുക, കാലുകൾ നേരെ മുന്നോട്ട് വെക്കുക, എന്നിട്ട് വലത് കാല് ഇടത് കാൽമുട്ടിന്മേലും ഇടത് കാല് വലത് കാൽമുട്ടിലും വെക്കുക. ഓക്കെ, എന്നിട്ട് കൈകൾ മുട്ടിന്മേൽ വെച്ചിട്ട് നമ്മുടെ പൃഷ്ഠം എന്ന് പറയും സ്പൈന് നേരെയാക്കി ഇരിക്കുക. ഓക്കെ, പിന്നീട് കണ്ണുകൾ അടച്ച് കാമായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യാം. ഓക്കെ, അതാണ് പത്മാസനയിൽ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ നമ്മുടെ മനസ്സിനെ കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ആ സമയത്ത് ഡെലിവറി എളുപ്പമാവാനൊക്കെ ഈ ഒരു പോസ്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് വജ്രാസന, തണ്ടർ ബോൾട്ട് പോസ്. സെക്കൻഡ് വണ്ണാണ് വജ്രാസന,
തണ്ടർ ബോൾട്ട് പോസ് അല്ലെങ്കിൽ ഡയമണ്ട് പോസ് എന്നൊക്കെ വജ്രാസനത്തിന് പറയാറുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് കാൽമുട്ടിൽ ഇരിക്കുക. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാൽമുട്ടിൽ ഇരിക്കുക. എന്നിട്ട് കാൽ വിരലുകൾ പിൻവശത്തേക്ക് നേരെയാക്കി വെക്കാം. കാൽമുട്ടുകൾ ചേർത്ത് വെക്കണം കേട്ടോ. കാൽ വിരലുകൾ പിൻവശത്തേക്ക് നേരെയാക്കി കാൽമുട്ടുകൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ പൃഷ്ഠം, അതായത് നമ്മുടെ സ്പൈന് നേരെയാക്കിയിട്ട് കൈകൾ നമ്മുടെ മുട്ടിന്മേൽ വെക്കാം. ശേഷം കാമായിട്ട് ബ്രീത്ത് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. സിറ്റ് ഓൺ ഹീൽസ് വിത്ത് സ്പൈൻ സ്ട്രെയിറ്റ് ആൻഡ് ഹാൻഡ്സ് ഓൺ ദ തൈസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് എയ്ഡ്സ് ഡൈജഷൻ ആൻഡ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ, സ്ട്രെങ്തൻ ലെഗ്സ് ആൻഡ് പെൽവിക് മസിൽസ്, റിലീഫ് ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ടു അബ്ഡോമെൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു യോഗാസനകൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും ആ ഒരു പോസ്ചറിൽ നമ്മൾ നിൽക്കുമ്പം ഏത് ബോഡി പാർട്ടിലാണോ സ്ട്രെച്ചിങ് വരുന്നത് ആ ഒരു ബോഡി പാർട്ടിനായിരിക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കുക. ആ ഒരു പോസ്ചറിൽ ഏതൊക്കെ പാർട്ടിലാണ് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. ഭാഗത്തിനായിരിക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, തേർഡ് വൺ പശ്ചിമോത്താനാസനം, ഹീറ്റഡ് ഫോർവേഡ് ബെൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് ബെൻഡ് പോസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ നിലത്തിരുന്നിട്ട് കാലുകൾ മുന്നോട്ട് നീട്ടുക. എന്നിട്ട് കൈകൾ നീട്ടി കാൽവിരലുകൾ പിടിക്കുക. അതിനുശേഷം തല മുട്ടിൽമേലോട്ട് എത്തിക്കുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ലോലി നമ്മൾ എന്ത് ചെയ്യുക? ബ്രീത്ത് ഇൻ ചെയ്യുക. ചെയ്യുന്നതിനോടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് സ്ട്രെച്ചിങ് വരൂല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെയൊക്കെ ടോൺ ചെയ്യാനും നമ്മുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ കുറക്കാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോസ്ചറിൽ ഈ 3 എണ്ണമാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? പത്മാസന, വജ്രാസന, പശ്ചിമോത്താനാസന. ഈ 3 എണ്ണമാണ് സിറ്റിംഗ് പോസ്ചറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡിങ് പോസ്ചറാണ്. സ്റ്റാൻഡിങ് പോസ്ചറിൽ ഫസ്റ്റ് വരുന്നത് താടാസനയാണ്. താടാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാം ട്രീ പോസ്. ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൈകൾ അല്പം അകത്തി നിർത്തി നേരെ നിൽക്കുക. കൈകൾ മുകളിലോട്ട് ഉയർത്തി വിരലുകൾ കൂട്ടി നമ്മുടെ കൈയിൻ്റെ ഉൾവശം ഉണ്ടല്ലോ അത് മുകളിലോട്ട് തിരിക്കുക. മുഴുവൻ ശരീരവും മുകളിലോട്ട് വലിച്ച് നീട്ടി നിൽക്കുക. അതായത് നമ്മുടെ ബോഡിയെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുഷ് ചെയ്യുന്ന രീതിക്ക് കൂനി കൂടി നിൽക്കാണ്ട് ഒന്ന് എന്ത് ചെയ്യുക? നേരെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ സ്പൈന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ സ്പൈന് സ്ട്രെയിറ്റ് ആയി വെച്ച് ചെസ്റ്റ് ഒന്ന് വിടർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബ്രീത്തിങ് എന്നുള്ള പ്രോസസ്സ് നോർമലി ബ്രീത്ത് ചെയ്യുക. പിന്നെ സ്ലോലി റിലാക്സ് ചെയ്യുക. Okay, that means stretch whole body upward, keep spine straight and chest open, breathe normally, then slowly relax. Okay, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഒരു പൊസിഷൻ കണ്ടാൽ തന്നെ അറിയാമല്ലേ, നമ്മുടെ ബോഡി പോസ്ചർ ഒന്ന് റെഡി ആവുമല്ലേ. അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി പോസ്ചർ ഇമ്പ്രൂവ് ആവാനും സ്പൈനൽ ലെങ്ത് കൂടാനും, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി പോസ്ചറും സ്പൈനൽ ലെങ്ത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ തൈയും ലെഗൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും സെൻട്രേഷൻ പവറും ബാലൻസിങ് പവറൊക്കെ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ കാലിലുള്ള ഫ്ലാറ്റ് ഫുഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഫേസിലെയും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെയും ഒക്കെ ഭാഗത്തുള്ള നമ്മുടെ ഫേസിനെയും നമ്മുടെ ഷോൾഡറിനെയും ഒക്കെ റിലാക്സ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പാദാസന, ഹാൻഡ് ടു ഫുഡ് പോസ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. കാലുകൾ ചേർത്ത് നേരെ നിൽക്കുക. ശ്വാസം എടുത്ത് മുന്നിലോട്ട് ബെൻഡ് ചെയ്യുക. കൈകൾ കൊണ്ട് കാൽവിരലുകൾ പിടിക്കുക. എന്നിട്ട് മുട്ടുകൾ നേരെ നിർത്തി റിലാക്സ് നെക്ക് ആൻഡ് ബ്രീത്ത് ഡീപ്ലി. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനും സ്പൈനൽ നെർവ്സിനെ സിമുലേറ്റ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ബെല്ലി ഫാറ്റ് കുറക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും നമ്മുടെ കോൺസെൻട്രേഷൻ എൻഹാൻസ് ചെയ്യാനും മൂക്കിനും തൊണ്ടയ്ക്കൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത
ഒരു പ്രോബ്ലംസൊക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് പാർട്ടിനാണോ സ്ട്രെച്ചിങ് വരുന്നത് ആ പാർട്ടിനായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുക. പിന്നെ ഒട്ടുമിക്ക പോസ്ചേഴ്സിലും നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ കുറക്കാനും, അതായത് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, അതൊക്കെ ഒട്ടുമിക്ക പോസ്ചേഴ്സിലും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ പോസ്ചേഴ്സിലും നിങ്ങൾക്ക് എഴുതാവുന്ന ബെനിഫിറ്റ്സുകളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അർദ്ധചക്രാസന, ഹാഫ് വീൽ പോസ് എന്ന് പറയൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ താടാസന പോസ്ചറിൽ നിൽക്കുക. എന്നിട്ട് കൈകൾ പിൻവശത്തേക്ക് വെച്ച് ലോവർ ബാക്ക്, അതായത് നമ്മുടെ അരയ്ക്ക് പിന്തുണ നൽകുക. എന്നിട്ട് ശ്വാസം മെല്ലെ എടുത്തിട്ട് പിന്നിലോട്ട് വളയുക. ഓക്കെ, പുറത്തോട്ടാക്കിയിട്ട് നേരെ നിൽക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ താടാസന പോസ്ചറിൽ നിൽക്കുക. എന്നിട്ട് നമ്മുടെ അരയുടെ ഭാഗത്ത് നമ്മുടെ കൈകൾ പ്ലേസ് ചെയ്യുക. ശ്വാസം ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഇതിലോട്ട് വളയുക. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ നോർമൽ പൊസിഷനിലോട്ട്, സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് വരുമ്പോൾ ശ്വാസം എക്സേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് വളയുക. പിന്നീട് തിരിച്ച് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് വരുമ്പോൾ എക്സേൽ ചെയ്യുക. അർദ്ധചക്രാസന ചെയ്യേണ്ടത് കേട്ടോ. എന്തൊക്കെയായിരിക്കും? നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക്, നെക്ക്, തൈ മസിൽസിനൊക്കെ അതിൻ്റെ സ്ട്രെച്ചിങ് വരും അല്ലേ. അപ്പോൾ ആ പാർട്ടുകളെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും, നമ്മുടെ ബോഡിയിലെ ചെസ്റ്റിലോട്ടും നെക്കിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും, നമ്മുടെ സ്പൈനെ ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ച് നമ്മുടെ ബാക്ക് പെയിനൊക്കെ കുറക്കാനൊക്കെ ഈ ഒരു പോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ ആസ്മ, അതുപോലെ നമ്മുടെ ബാക്ക് പെയിന്, അതുപോലെ കാലിൻ്റെ പേശികൾക്കൊക്കെയുള്ള വേദനയില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ BP ഉള്ളവർ, അതുപോലെ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഉള്ളവർ സ്ലോലി മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. ഇനി ബോഡി ഭയങ്കര വീക്കായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കാലുകൾ അടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, വീണ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് കാലുകൾ ഇടത്തിലൊക്കെ വെച്ചിട്ട് ഈ ഒരു പോസ്ചർ ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈങ് ഡൗൺ പോസ്ചറാണ് കേട്ടോ. ശലഭാസന, ലോക്കസ് പോസ് എന്നൊക്കെ പറയും. ബട്ടർഫ്ലൈയിലെ അതിനെ പോലെ നിൽക്കുന്നതിനെയാണ് ശലഭാസന എന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. Lie on your stomach, arm besides the body, palm down. Place chin on the floor. Inhale and lift both legs upward. Keep knees straight. Body weight rest on the belly and chest. Body hold for 5 to 10 seconds. Then relax. Repeat 2-3 times. എന്താ പറയുന്നത്, നമ്മുടെ സ്റ്റൊമക്ക് താഴെയായിട്ട്, അതായത് നമ്മൾ വയറുമേ കിടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പിക്ചറിലോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. വയറ് കീയായിട്ട് നമ്മൾ നിലത്ത് കിടക്കുക. കൈകൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലോട്ടും വെക്കുക. നമ്മുടെ ചിന്ന് നമ്മുടെ നിലത്ത് വെക്കുക. ശ്വാസം എടുത്തിട്ട് 2 കാലും മുകളിലോട്ട് ഉയർത്തുക. മുട്ടുകൾ എന്തായിരിക്കണം, നേരെ ആയിരിക്കണം കേട്ടോ. അതായത് ബെൻഡ് ചെയ്ത് കിടക്കരുത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കാലിങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് നമ്മുടെ സ്റ്റൊമക്കിനും, അതായത് നമ്മുടെ ബെല്ലിക്കും, അതുപോലെ നമ്മുടെ ചെസ്റ്റിനും കിട്ടുന്ന രീതിക്കാവും അല്ലേ. ഒരു 5 to 10 സെക്കൻഡ്സ് ഈ ഒരു പോസ്ചറിൽ നിൽക്കുക. പിന്നീട് റിലാക്സ് ചെയ്യുക. ഇത് 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കിട്ടുക? സ്ട്രെങ്തൻ ബാക്ക് ആൻഡ് അബ്ഡോമിനൽ മസിൽസ്, improve blood circulation and digestion, relieves gas and menstrual problem, tone lower spine, bladder and prostate, reduce neck pain and help fat loss. നെക്സ്റ്റ് വരുന്നതാണ് ധനുരാസനം, ബൗ പോസ്. സ്റ്റെപ്സ് നോക്കാം അല്ലേ. നമ്മൾ സ്റ്റൊമക്കിൽ കിടക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ശലഭാസനയിൽ ചെയ്ത പോലെ തന്നെ സ്റ്റൊമക്ക് മേൽ കിടക്കുക. ഓക്കെ, അതായത് വയറ് കീയായിട്ട് കിടക്കുക. കാലുകൾ മടക്കിയിട്ട് നമ്മുടെ ആംഗിൾസിൻ്റെ പാർട്ടില്ലേ, അതായത് നമ്മൾ കണങ്കാൽ എന്നൊക്കെ പറയും, ആ ഒരു പാർട്ടിൽ പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് നെഞ്ഞും കാലും ഒരുമിച്ച് മുകളിലോട്ട് ഉയർത്താം. ഓക്കെ, അപ്പോൾ ഒരു വില്ലിൻ്റെ ആകൃതി ഉണ്ടായിരിക്കും. അമ്പും വില്ലും ഉണ്ടല്ലോ, അതിലുള്ള ആ വില്ലില്ലേ, അതിൻ്റെ ഒരു ആകൃതിയിൽ ആയിട്ടുണ്ടാവും. എന്നിട്ട് മുന്നോട്ട് നോക്കിയിട്ട് ഒരു 15 to 20 സെക്കൻഡ് നിൽക്കുക. ശ്വാസം എക്സേൽ ചെയ്തിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങുക. ഓക്കെ, അതായത് റിലാക്സ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശലഭാസന പോസ്ചറിൽ ഇരിക്കുക, പക്ഷേ എന്തായിരിക്കും, ആംഗിൾസ് നമ്മൾ കൈകൾ കൊണ്ട് പിടിക്കണം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത് നോക്കാം കേട്ടോ. ഇംപ്രൂവ് ഡൈജഷൻ ആൻഡ് റിലീഫ് കോൺസ്റ്റിപ്പേഷൻ, സ്ട്രെങ്തൻ സ്പൈൻ ആൻഡ് ബാക്ക് മസിൽസ്, സ്റ്റിമുലേറ്റ് റീപ്രൊഡക്റ്റീവ് ആൻഡ് അബ്ഡോമിനൽ ഓർഗൻസ്,
ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി, ഹെൽപ്പ് വിത്ത് ആസ്മ ആൻഡ് ലങ് ഫങ്ഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, പുറത്തോട്ട് കളയുക, ആ ഒരു പ്രോസസ്സ് നല്ല രീതിക്ക് നടക്കൂലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആസ്മ അതുപോലെ ലങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വരുന്നത് മകരാസന, ക്രൊക്കഡൈൽ പോസ് എന്നൊക്കെ പറയൂ കേട്ടോ. ലൈ ഓൺ സ്റ്റൊമക്, അതായത് വയറ് കീയായിട്ട് കിടക്കുക, കാലുകൾ അകലത്തിൽ വെച്ച് വിരലുകൾ പുറം വശത്തേക്കായിട്ട് തിരിക്കുക, കൈകൾ മടക്കി ഒരു കൈ മറ്റേ കൈയുടെ മുകളിലോട്ടാക്കി നമ്മുടെ ചിന്നിൽ വെക്കുക, ചിന്നിൽ വെച്ചിട്ട് വിശ്രമിക്കുക. നോർമൽ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. പിന്നീട് സ്ലോലി ആദ്യം നമ്മൾ ചെയ്ത ആ ഒരു പോസ്ചറിലോട്ട് തന്നെ മടങ്ങുക. Lie on the stomach, leg apart, toes forward, cross arms under chin and rest the head, breathe normally and relax, slowly return to normal position. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ഹോൾ ബോഡിക്ക് ഡീപ്പായിട്ടുള്ള ഒരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്സ്, BP, അതുപോലെ സ്ലീപ്ലെസ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. ഇത്രയും പോസുകളാണ് ലൈങ് പോസ്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ട്വിസ്റ്റിംഗ് പോസാണ്. ഫസ്റ്റ് വൺ അർദ്ധ മത്സ്യന്ദ്രാസനം, ഹാഫ് സ്പൈനൽ ട്വിസ്റ്റ് പോസ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ കാലുകൾ മടക്കിയിരിക്കുക, എന്നിട്ട് വലത് കൈ ഇടത് മുട്ടിൽ വെച്ച് ശരീരം ഇടത്തോട്ട് തിരിക്കുക, പിന്നീട് ഇടത് കൈ പിന്നിൽ വെക്കുക. ഒരു സെയിം പ്രോസസ്സ് നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. Improves spine flexibility and alignment, relieves back pain and torn back muscles, aids digestion, ease constipation, reduce stress, anxiety and improve sleep, strengthen neck, shoulder and hip. ഈ പോസൊക്കെ അധികവും നമ്മുടെ ബാക്ക് പെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർദ്ധ മത്സ്യന്ദ്രാസനം ചെയ്യുന്നതിലൂടെ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം അല്ലേ. വക്രാസന, സിമ്പിൾ സ്പൈനൽ ട്വിസ്റ്റ്. സ്റ്റെപ്സിലോട്ട് പോവാം അല്ലേ. പിക്ചറിലോട്ട് നോക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. കാലുകൾ നീട്ടിയിരിക്കുക, ഇടത് കാല് മടക്കുക, വലത് കാലുകൾ നീട്ടിയിരിക്കുക, എന്നിട്ട് ശരീരം ഇടത്തോട്ട് തിരിച്ച് വലത് കൈമുട്ടിൽ വെക്കുക, എന്നിട്ട് ശരീരം ഇടത്തോട്ട് തിരിച്ച് വലത് കൈ ഇടത് മുട്ടിൽ വെക്കുക, പിന്നീട് ഇടത് കൈ പിന്നിൽ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുക. 30 സെക്കൻഡ് നിലനിർത്തി ഈ ഒരു സെയിം പോസ്ചർ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്പൈൻ ആൻഡ് നെർവ്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ബാക്ക് പെയിന്, നെക്ക് പെയിന്, ഹെഡേക്ക് പോലെയുള്ളതൊക്കെ റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഡൈജഷനും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും, ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിഫ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോസ്ചർ വക്രാസനയാണ് കേട്ടോ. ഇതിലോട്ട് പോവാം അല്ലേ. ഉഷ്ട്രാസനം, ക്യാമൽ പോസ്. സ്റ്റെപ്സ് നോക്കാം. നീസിലിരിക്കുക, മുട്ടുകാൽ നിലത്ത് വെച്ച് നേരെ ഇരിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ശരീരം പിന്നോട്ട് ബെൻഡ് ചെയ്തിട്ട് കൈകൾ കാലിൽ പ്ലേസ് ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യുക. കുറച്ച് ടൈം ഈ ഒരു പോസ്ചറിൽ നിൽക്കുക. എന്നിട്ട് എക്സേൽ ചെയ്യുമ്പോൾ നോർമൽ രീതിയിലോട്ട് റിലാക്സ് ചെയ്യുന്ന ഫോർമാറ്റിലോട്ട് വരിക. ഓക്കെ, മലയാളം പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇംഗ്ലീഷിൽ ഓൾറെഡി നമ്മൾ PPTയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനോണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നോക്കാം അല്ലേ. ഇംപ്രൂവ് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പോസ്ചർ, എൻഹാൻസ് ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ ആൻഡ് അബ്ഡോമിനൽ ഓർഗൻസ്, helps with headache, asthma, diabetes and thyroid issue, reduce tummy fat and improve breathing. അപ്പോൾ ഇത്രയും പോസ്ചറുകളാണ് ട്വിസ്റ്റിംഗ് പോസസിൽ വരുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? അർദ്ധ മത്സ്യേന്ദ്രാസനം, വക്രാസനം, ഉഷ്ട്രാസനം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാലൻസിങ് പോസുകളാണ് കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ വൃക്ഷാസനം, ട്രീ പോസ് എന്ന് പറയും. നേരെ നിൽക്കുക, കാലുകൾ അല്പം അകലത്തിൽ വെക്കുക, വലത് പാദം ഇടത് മുട്ടിലോട്ട് വെക്കുക, കൈകൾ മുകളിലോട്ട് വെച്ച് നമ്മൾ നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ചെയ്യില്ലേ, നമസ്തേ പോസ് എന്ന് പറയും, അങ്ങനെ ചെയ്യുക. ഒരു 10 to 30 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് നോർമൽ ലെവലിലോട്ട് ബ്രീത്ത് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നോർമൽ ബ്രീത്ത് ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യുക.
ഇത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് കാല് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് റൈറ്റ് സൈഡ് വെക്കുക, പിന്നെ ലെഫ്റ്റ് സൈഡ് വെക്കുന്ന ഫോർമാറ്റിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനോടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇറ്റ് ഇംപ്രൂവ് ബോഡി ബാലൻസ് ആൻഡ് പോസ്ചർ, സ്ട്രെങ്തൻ ലെഗ്സ്, ഹിപ്സ് ആൻഡ് പെൽവിക്സ്, ഇൻക്രീസ് കോൺസെൻട്രേഷൻ ആൻഡ് റെഡ്യൂസസ് സിയാറ്റിക്ക പെയിൻസ്. നമ്മുടെ കണങ്കാലിനൊക്കെയുള്ള വേദനകളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഉത്കടാസനം, ചെയർ പോസ് എന്ന് പറയൂ കേട്ടോ. സ്റ്റെപ്സ് നോക്കാം അല്ലേ. നേരെ നിൽക്കുക, കാലുകൾ കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കണം, മേല് ഒരു കാലിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ വെക്കുക, കൈകൾ മുന്നിലോട്ട് ഉയർത്തി വെക്കുക. ശ്രദ്ധിക്കണം, പാമ്പ് താഴോട്ട് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കസേലയിലേക്ക് ഇരിക്കുന്ന പോലെ നമ്മുടെ നീസ് ബെൻഡ് ചെയ്യുക. ആ ഒരു പോസ്ചർ ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ആണ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ സ്റ്റാൻഡിങ് പോസ്ചറിലോട്ട് തന്നെ പോവാം. അതായത് നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ കൈകൾ മുന്നോട്ടാക്കിയിട്ട് ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ ചെയ്യുക, പിന്നീട് നോർമലി എണീറ്റ് നിൽക്കുക. ആ ഒരു രീതിക്കാണ് ഈ ഒരു പോസ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ തൈസ്, കാൽസ്, ആങ്കിൾസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ ചെസ്റ്റ്, ഷോൾഡർ, ഹാർട്ട് ഫങ്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ആൻഡ് ഹെൽപ്പ് റെഡ്യൂസ് ഫ്ലാറ്റ് ഫീറ്റ് ആൻഡ് നീ പെയിൻ. നെക്സ്റ്റ് വൺ വരുന്നത് നടരാജാസനം, ഡാൻസർ പോസ് എന്നൊക്കെ പറയും. സ്റ്റെപ്സിലോട്ട് പോവാം അല്ലേ. നിങ്ങൾ എപ്പോഴും പിക്ചർ നോക്കണം കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നേരെ നിൽക്കുക, വലത് കാല് പിന്നോട്ട് ഉയർത്തുക, വലത് കൈ കൊണ്ട് വലത് ആംഗിളിൽ പിടിക്കുക, ഇടത് കൈ മുന്നോട്ട് നീട്ടിയിട്ട് ഇടത് കാലിൽ നമ്മൾ ബാലൻസ് ചെയ്യുക. ഒരു 10 to 50 സെക്കൻഡ്സ് ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് മറ്റേ ലെഗിലും ഈ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോസ്ചർ, ബാലൻസ്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ലെഗ്സ്, ബാക്സ്, ഷോൾഡറിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ത്രികോണാസന, ട്രയാങ്കിൾ പോസ് എന്ന് പറയും. സ്റ്റെപ്സ് നോക്കാം കേട്ടോ. സ്റ്റാൻഡ് വിത്ത് ലെഗ്സ് വൈഡ് അപ്പാർട്ട്, ടേൺ റൈറ്റ് ഫുട്ട് ഔട്ട്, ലെഫ്റ്റ് സ്ലൈറ്റ്ലി ഇൻ, ബെൻഡ് സൈഡ് വേസ്, ടച്ച് റൈറ്റ് ഫുട്ട് വിത്ത് റൈറ്റ് ഹാൻഡ്, സ്ട്രെച്ച് ലെഫ്റ്റ് ആം അപ്വേർഡ്, ഗേസ് അറ്റ് ലെഫ്റ്റ് പാം, റിപ്പീറ്റ് ഓൺ ദ അതർ സൈഡ്. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. സ്ട്രെങ്തൻ ലെഗ്സ്, സ്പൈൻസ് ആൻഡ് ഷോൾഡേഴ്സ്, ഇംപ്രൂവ് ഡൈജഷൻ ആൻഡ് ബോഡി ബാലൻസ്, റെഡ്യൂസ് സ്ട്രെസ്, ബാക്ക് പെയിൻ. പോസ്ചർ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടെ ഒന്ന് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതോടുകൂടെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ട്, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. TNTU BEd ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്